പ്രജിതേ, സ്വന്തം ജ്യേഷ്ഠന്റെ മകള് 3.5 വയസ്സുള്ള കുട്ടി, 4 വയസ്സ് ആവട്ടെ, 3.5 4 ആകട്ടെ, അച്ഛന്റെ അനുജൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്ഥാനമാണ് അല്ലേ? വാത്സല്യത്തോടെ എടുത്ത് മകളെ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കേണ്ട അച്ഛന്റെ അനുജൻ അയാളുടെ മനോവൈകൃതങ്ങൾ കാട്ടിയത് ആ കൊച്ചുകുട്ടിയോടാണ്. ഞാൻ പറയുന്നത് ഈ 4.5 വയസ്സുകാരിയെ സ്വന്തം അമ്മ ഒരു നിമിഷത്തെ മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ട് എറിഞ്ഞ് വെള്ളത്തിലേക്ക് എറിഞ്ഞ് നദിയിലേക്ക് എറിഞ്ഞ് ആ കുട്ടിയുടെ ജീവിതം പോയി. നല്ലൊരു കുട്ടി, പൊന്നോമന, നല്ലൊരു പെൺകുഞ്ഞ്. എന്താണ് ഇവനൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഇവനൊക്കെ എന്തിന്റെ കേട് വിഷമം എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം പ്രേക്ഷകർ ക്ഷമിക്കേണ്ടി വരും. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു പോകും. അതായത് ഉള്ളിൽ അത്രയും ആത്മരോഷം വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത് ചില സാഹചര്യങ്ങളിലൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടിയെ ഇവർ ഇല്ലാതെയാക്കുന്നതിന് മുൻപത്തെ ദിവസം പോലും ഇയാൾ ആ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള ദിവസം പോലും ഇവനെ ആയിരുന്നു ആ കുട്ടിക്ക്, ആ 4.5 വയസ്സുകാരിക്ക് ഏറെ ഇഷ്ടം. ആ ഇഷ്ടം അവൻ മുതലെടുത്തതാണ്. എനിക്ക് തോന്നുന്നു വാർത്തകൾ പറയുന്നതനുസരിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഇവൻ താമസിച്ചിരുന്നതെന്ന് പറയുന്നു. 2.5 വയസ്സ് മുതൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. 10 തവണയിലേറെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. 2.5 വയസ്സുള്ള കുട്ടികൾ. ഇതിപ്പോ ഈ ഒരു സംഭവം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. കാര്യമാണ്. പല കുടുംബങ്ങളിൽ നിന്നും പുറത്തു പറയില്ല. അതിനനുസരിച്ച് കുട്ടികൾക്ക് മാനസികമായി കുട്ടികൾ തകർന്നു പോകും കുട്ടിയിലേക്ക്. അതെ, അതുണ്ടാകും. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിയെ 2.5 വയസ്സ് മുതൽ ഇയാളോടായിരുന്നു ഏറ്റവും പ്രിയം. അതുകൊണ്ട് സ്നേഹത്തോടെ ആ അമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതെയാക്കി, ഇനി എന്നെ ഇല്ലാതെയാക്കാനാണോ വരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. പോലീസ് അത് ഇവിടെ കൊരട്ടത്ത് വെച്ചു എന്ന് പറയില്ലേ, അത് വെച്ചു. അതിനുശേഷം പറയുന്നുണ്ട് ഇളയച്ചനോടായിരുന്നു പ്രിയം എന്നാണ് പറഞ്ഞത് അമ്മ. ഈ 2 കാര്യങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന കൊച്ചച്ഛനിലേക്കുള്ള പോലീസിന്റെ സംശയം ഉടലെടുക്കുന്നത്, അന്വേഷണം പോകുന്നത്. എന്നേക്കാൾ പ്രിയം കൊച്ചച്ഛനോടായിരുന്നു അമ്മ. ആ ഒരു വാക്കേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചോദിച്ചത് എന്നെയും ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി എന്നെയും ഇല്ലാതെയാക്കണോ എന്ന് ചോദിച്ചു. ഈ ചോദ്യങ്ങളിൽ സംശയം തോന്നാതിരിക്കണമെങ്കിൽ അത് പോലീസ് അല്ലാതിരിക്കണം. കേരള പോലീസിന് അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഒരാളെ കണ്ടെത്തി. ഇയാൾ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നൊക്കെയാ പറയുന്നത്. ആദ്യത്തെ സമയത്ത് ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു. പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. എന്തിനു പൊട്ടിക്കരയണം? ഇവൻ ഈ വൈകൃതം ചെയ്തു വെച്ചിട്ട് ഇവൻ എന്തിനു പൊട്ടിക്കരയണം? പോലീസിന് അതൊക്കെ ഇന്നിപ്പോ ഈ ഇത്തരം കേസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ മൊബൈലിൽ കിട്ടുന്ന പല സാധനങ്ങൾ, അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്ന സൈറ്റുകൾ കാണുന്ന നിരവധി പേരുണ്ട്. കുട്ടികളെ പീഡിപ്പിക്കുന്നത് കാണുന്ന പോൺ വീഡിയോസ്, അതിൽ ഹരം കയറി അതിൽ ഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാല് ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. കാരണം ഇവന്റെ ഫോൺ ഈ കൊച്ചച്ഛൻ എന്ന് പറയുന്ന പരിശോധിച്ചപ്പോ ഞെട്ടിപ്പോയി എന്നാ പറയുന്നത്. അതിനും മാത്രം ഇത്തരത്തിലുള്ള പോൺ വീഡിയോസിന്റെ ആയിരിക്കണം. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമല്ല. അല്ല, അതെന്ന് വെച്ചാലേ നമ്മുടെ ഇപ്പോ പ്രധാനമന്ത്രി തന്നെ എത്രയോ സൈറ്റുകൾ നിരോധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് യോജിക്കാത്തതായിട്ടുള്ള എന്ത് ഇവിടെ ഇൻജക്ട് ചെയ്യപ്പെടുന്നോ അത് ദുഷിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു ഇന്ന അംശമേ നമ്മൾ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് നമ്മൾ കെമിസ്ട്രി ഉള്ള ഒരു ശരീരമാണ് നമ്മുടെ ശരീരം. അതിലേക്ക് കടത്തിവിടേണ്ട സാധനം ഒരു മരുന്നാണെങ്കിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ മരുന്ന് കുത്തിവെക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ കൾച്ചറിന് യോജിച്ച തരത്തിലല്ലാത്ത നിരവധി സാധനങ്ങൾ വിരൽത്തുമ്പിൽ പലതും കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ കിട്ടാൻ അർഹത ഇതിന് അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ കുട്ടികളുടേത് കാണുന്നവന്മാർ ഈ ലോകത്തുണ്ട്. കുട്ടികളുടേത് അങ്ങനെയുള്ളത് ആ സൈറ്റുകൾ കാണുന്നത് വരെ പോലീസ് അന്വേഷിക്കുമെന്നൊക്കെ ഒരിടയ്ക്കൂടി സർക്കാർ പറഞ്ഞു. അതിൽ പോലീസിന് എല്ലാ ക്രമീകരണവും ഇല്ലാത്തതുകൊണ്ടല്ല. ഓരോ മൊബൈലിലും ആരൊക്കെ നിരന്തരം ഏത് സൈറ്റുകൾ കയറുന്നു എന്ന് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിനുള്ള കഴിവുണ്ട്.
അതിനുള്ള കഴിവുണ്ട് പോലീസിന്. അങ്ങനെയുള്ള രീതി. പക്ഷേ ഒരു കേരളത്തിന്റെ ജനതയെ ആകെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുമല്ല പറയുന്നത്. ഈ പറയുന്ന ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ആ സൈറ്റിന്റെ ഉറവിടം കണ്ടെത്താം. ആ സൈറ്റുകൾ നിർത്തലാക്കാനെങ്കിലും നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ? ആ സൈറ്റുകളെങ്കിലും നിർത്തലാക്കാൻ. ഈ സൈറ്റുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ വീടുകളിൽ, ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല? അതായത് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. അല്ല, ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും സംസാരത്തിനിടെ ഞാൻ മറ്റൊരു സ്ഥലത്ത് സംസാരിക്കുന്നതിനിടെ കയറി വന്നത്, ആണുങ്ങൾ അങ്ങനെയാണ്. ആണുങ്ങൾ എങ്ങനെയാണ് മുത്തശ്ശിമാരെ പീഡിപ്പിക്കുന്നു. തീർച്ചയായിട്ടും മുത്തശ്ശന്മാർ പീഡിപ്പിക്കും. മുത്തശ്ശന്മാർ അതായത് കൊച്ചുമക്കളെ പീഡിപ്പിക്കുന്നു. ഇതെല്ലാം എന്തിന്റെയാണ്? മുത്തശ്ശനും മുത്തശ്ശിമാരും എന്താ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണോ? അങ്ങനെയല്ല. അതിന്റെ പിന്നിൽ ഇതെല്ലാം കണ്ടുപിടിക്കാം. പോൺ സൈറ്റുകൾ നിരോധിക്കാൻ പറയാം, നിരോധിപ്പിക്കാം. പക്ഷെ അപ്പോഴും അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ എങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നത് നമ്മൾ സ്വയം ചിട്ടപ്പെടുത്തണം. നമ്മുടെ വീടുകളിൽ ചിട്ടപ്പെടുത്തണം. നമ്മളെ വീടുകളിൽ മാത്രമല്ല, ഈവൻ ഇപ്പോഴും ഒരു ഗ്ലാസ് കുടിച്ച ഒരു ഗ്ലാസ് അപ്പുറത്തോട്ട് നീക്കി വെക്കാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാ? എന്റെ മോൻ അതൊന്നും ചെയ്യില്ല, ഞാൻ എന്റെ മോനെ കൊണ്ട് അതൊന്നും ചെയ്യില്ല. അതെന്ത് വലിയ കാര്യമാണ്? എന്റെ മോൻ മുറി അടച്ചിട്ടിരുന്ന് എന്ത് ചെയ്യുന്നു? എന്റെ മോള് മുറി അടച്ചിട്ടിരുന്ന് എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചു. ഒരു വയസ്സിന് മൂത്ത ഒരു സ്ത്രീ ഒരു കൊച്ചുകുട്ടിയെ. ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ടാബ്ലറ്റ്സ് വാങ്ങിക്കൊടുക്കുന്നു, ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, ഇന്റർനെറ്റിന്റെ സൗകര്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാം ഉപയോഗിക്കണം. പക്ഷേ ഉപയോഗിക്കുമ്പോഴും അതായത് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയാൻ പറ്റണം, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാൻ പറ്റണം. അല്ലാതെ പോയിട്ട് ഒരിക്കൽ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പീഡിപ്പിച്ച് അവളെ കൊണ്ടുവന്ന് ഒരു മരത്തിന്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ച സംഭവം ഉണ്ടായി. ആ കുട്ടി ഇതൊക്കെ എവിടെന്നാ കണ്ടുപിടിക്കുന്നത്? അടുത്തിടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു. കാസർഗോഡ് ഒരു അച്ഛൻ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു അച്ഛൻ, അദ്ദേഹം മരണപ്പെട്ടു. അയാൾ വെടിവെച്ചു കൊന്നു അയാളുടെ മകളെ പീഡിപ്പിച്ചത്, ഓർമ്മയുണ്ടല്ലോ? അന്ന് കേരളം ആ വെടിവെച്ച് കൊന്നതിന് അയാൾക്കൊപ്പം നിന്നു. മരിച്ചത്. അപ്പോൾ ഇതിൽ ഒറ്റ കാര്യം പ്രീത പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സമ്മതിക്കുന്നു. ഒന്ന് സൈറ്റിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു, ശരി, അതുകൊണ്ട്. അല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അത് ഒരു വശമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി അയാൾ സ്വയം അയാളുടെ ചില ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമൂഹമാണ്, നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നൊരു സ്വയം ബോധ്യം അയാൾക്കുണ്ടാകണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഒരു സുഹൃത്ത്, ജയിലിൽ ജോലിയുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. അയാൾ ജയിൽ വാർഡനാണ് അയാൾ. അവിടെ ഈ 60 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ് ഈ മുത്തശ്ശന്മാർ ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കേസുകൾ നിരവധി എണ്ണത്തിന് അവിടെ കൊണ്ടുവരുന്നുണ്ട്. നിരവധി. അവൻ പറയുക, അയ്യപ്പദാസെ, ആ കാഴ്ചകളൊക്കെ കണ്ടാണല്ലോ ഇവനൊക്കെ എന്തിനീ ലോകത്ത് ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കൊണ്ടുവരുമ്പോൾ നടയടി തന്നെ കൃത്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജയിലിലുള്ള മറ്റ് ചെറുപ്പക്കാരായ ജയിലിലുള്ള ജയിൽ പുള്ളികളെ കൊണ്ട് നടയടി ഇവർക്ക് ചെയ്യുന്നുണ്ട്. നടയടി ഇപ്പൊ ഈ പറയുന്ന അവന്മാരെയൊക്കെ, ഇത്തരത്തിലുള്ള അവന്മാരെയൊക്കെ ഒറ്റ ചികിത്സ ഷണ്ടന്മാരാക്കണം. അല്ല, അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അതെ, ശരിക്കും ജനനേന്ദ്രിയത്തിൽ ഈർക്കിൽ വരെ കുത്തിക്കയറ്റിയിട്ടുള്ള സംഭവം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ജനനേന്ദ്രിയത്തിൽ ഈർക്കിൽ വരെ ഈ മറ്റു തടവുകാർ അറിയത്തില്ല, മുഖം മൂടി വെച്ച് പിടിച്ച് കെട്ടി വെച്ചിട്ട് നീ എന്ത് പോക്കൃത്തരമാണ് ഈ വയസ്സുകാലത്ത് കാണിച്ചെന്ന് ചോദിച്ച് ഈർക്കിൽ കയറ്റിയിട്ടെന്ന് പറയാം. അതുപോലും പോരാ, പോലീസ് കണ്ണടയ്ക്കും. ഇവന് ആരുടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ളൊരു വിഷയം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് അപ്പൂപ്പന്മാരില്ലായിരുന്നു, നമുക്ക് അമ്മൂമ്മമാരില്ലായിരുന്നു, അന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നില്ലേ? മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അതും പറയേണ്ടി വരും. ചേട്ടൻ ഇപ്പം നമ്മുടെ കാലത്ത് എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ വിഷയങ്ങളൊക്കെ ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടാവാം. പക്ഷേ ഇപ്പോ ഇതൊക്കെ പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടിയപ്പോഴാണ്. ഈ സാധ്യതകൾ നമുക്ക് മുമ്പിലെത്തുന്ന ഒരു സാധ്യതയെ ഏത് തരത്തിൽ ഉപയോഗിക്കണമെന്ന് നമുക്ക് വിവേചന ബുദ്ധി വേണം. തീർച്ചയായിട്ടും
ഇത് ഒരു പ്രായത്തിൽ ഈ ഒരു ഈ ഒരു കാര്യത്തിലൊക്കെ എല്ലാവർക്കും ജെൻഡർ വൈസ് എല്ലാവർക്കും ആകാംക്ഷകളൊക്കെ ഉള്ള കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ അത് വെറും ആകാംക്ഷയാണെന്നും അതല്ല വലിയ കാര്യം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. വീട്ടുകാർ പറഞ്ഞു കൊടുക്കണം. അതെ, വീട്ടുകാർ പറഞ്ഞു കൊടുക്കണം. ഇത്തരത്തിലുള്ളവന്മാരെയൊക്കെ ഒന്ന് പെണ്ണ് കെട്ടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എല്ലാവരും പറയും പെണ്ണ് കെട്ടി അവന്റെ പ്രശ്നം. പെണ്ണ് കെട്ടിക്കല്ലേ, അവനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പോലീസ് ജയിലിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത്രേ പറയാനുള്ളൂ. ഈ വാർത്തകൾ വായിക്കാൻ പോലും നമുക്ക് തോന്നാം, സത്യമാണ്.